നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഹരിയാനയിൽ നടക്കുന്നത് വലിയ സംഭവ വികാസങ്ങളാണ്. ബി.ജെ.പിക്ക് വലിയ തിരിച്ചടി കിട്ടുന്ന കാര്യങ്ങളാണിന്ന് ഹരിയാനയിൽ സംഭവിക്കുന്നത്. ദുഷ്യന്ത് ചൌട്ടാലയുടെ ജനനായക് ജനതാ പാർട്ടി അതായത് ജെ.ജെ.പിക്കും കനത്ത തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. എം.എൽ.എ. രാംകരൻ കാല പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നതാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ശേഷിക്കുന്ന സംസ്ഥാനത്ത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായിരിക്കുന്നത്. ഏറെ നാളായി പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു അദ്ദേഹം. ഷഹാബാദ് മണ്ഡലത്തിലെ എം.എൽ.എ. ആയ കാല മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ, കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഉദയ്ബാൻ, റോഹ്തക് എം.പി. ദീപേന്ദർ ഹൂഡ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് തന്റെ അനുയായികൾക്കൊപ്പം കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. ജെ.ജെ.പി. അടക്കമുള്ള മറ്റു പാർട്ടികളിൽ നിന്നും ഇനിയും നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസിലേക്ക് എത്തുമെന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ചതിനു പിന്നാലെ അദ്ദേഹം പറയുകയുണ്ടായി. സംസ്ഥാനത്ത് ജനങ്ങളുടെ ശബ്ദമായി കോൺഗ്രസ് ഉയർന്നു വന്നിട്ടുണ്ടെന്നും ബി.ജെ.പിയെ പുറത്താക്കി കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാൻ ജനങ്ങൾ നിയമസഭാ തിരഞ്ഞെടുപ്പിനായി കാത്തിരിക്കുകയാണെന്നും കാല പറയുന്നു. അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ തീരുമാനം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഫലം കാണുകയും കോൺഗ്രസ് സർക്കാർ രൂപീകരിക്കുന്നതിന് സഹായമാവുകയും ചെയ്യും. മറ്റു പാർട്ടികളിൽ നിന്ന് നിരവധി നേതാക്കൾ കോൺഗ്രസിൽ ചേരുകയും തങ്ങളുടെ പരിപാടികൾക്ക് ആളുകൾ പിന്തുണ നൽകുകയും ചെയ്തതോടെ ഹരിയാനയിൽ കോൺഗ്രസ് തരംഗമുണ്ടെന്ന് വ്യക്തമാണ്. കോൺഗ്രസ് രൂപീകരിക്കും. കാലയെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഭൂപീന്ദർ സിംഗ് ഹൂഡ പറഞ്ഞു. അതേസമയം കഴിഞ്ഞ 2 വർഷത്തിനിടെ ബി.ജെ.പിയിൽ നിന്നും ജെ.ജെ.പിയിൽ നിന്നും നിരവധി നേതാക്കൾ തങ്ങളുടെ പാർട്ടിയിൽ ചേർന്നതായി ഹരിയാന കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ്ബാൻ ചൂണ്ടിക്കാട്ടി. പാർട്ടിയുടെ കുടുംബഫലം തുടർച്ചയായി വികസിച്ചുകൊണ്ടിരിക്കുന്നു. ബി.ജെ.പിക്കും ജെ.ജെ.പിക്കും രാഷ്ട്രീയ അടിത്തറ നഷ്ടപ്പെട്ടു. ഇപ്പോൾ പൊതുജനങ്ങൾ ഒക്ടോബർ 1 ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിനാൽ കോൺഗ്രസ് സർക്കാർ വൻ ഭൂരിപക്ഷത്തോടെ രൂപീകരിക്കുമെന്നാണ് നേതാവ് ആത്മവിശ്വാസത്തോടെ പറഞ്ഞത്. അതേസമയം ഈ വർഷം തന്നെ നിരവധി തിരിച്ചടികളാണ് സംസ്ഥാനത്ത് ജെ.ജെ.പി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വിമത എം.എൽ.എമാരായ ജോഗിറാം സിഹാഗ്, രാംനിവാസ് തുർജർഖേര, രാംകുമാർ ഗൗതം, അനൂപ് ധനക് എന്നിവർ ഹരിയാനയിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പിൽ ബി.ജെ.പി നേതാവ് കിരൺ ചൗധരിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്തുണ നൽകിയിരുന്നു. ഈ വർഷം ജൂണിലാണ് ചൗധരി കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്നത്. ഏതായാലും ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനം വലിയ രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മുന്നേറ്റമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷ നൽകുന്നത്. ബി.ജെ.പിയുടെ സീറ്റുകൾ പകുതിയായി കുറയ്ക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു. എന്നാൽ ലോക്സഭയിൽ ഒന്നിച്ച ഇന്ത്യ സഖ്യം നിലവിലെ സാഹചര്യത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒന്നിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. 2014 മുതൽ സംസ്ഥാനത്ത് ആധിപത്യം പുലർത്തുന്നത് ബി.ജെ.പിയാണ്. എന്നാൽ 2024 അതിന് കാര്യമായ ഇടിവ് വന്നിട്ടുണ്ട്. ഇത് മുതലെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചാൽ മാത്രമാണ് സംസ്ഥാനത്ത് വിജയ സാധ്യതയുള്ളൂ. കഴിഞ്ഞ 2 ദശാബ്ദങ്ങളായി പ്രാദേശിക ശക്തിയായ INLDയെ പിന്നിലാക്കിക്കൊണ്ട് ബി.ജെ.പിയും കോൺഗ്രസുമാണ് സംസ്ഥാനത്ത് കരുത്തിൽ മുന്നിലുള്ളത്. 2005 മുതൽ 2014 വരെ ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ആണ് സംസ്ഥാനം ഭരിച്ചത്. 2014 മോദി തരംഗം മുതൽ ബി.ജെ.പിയാണ് സംസ്ഥാനം ഭരിക്കുന്നത്. 2019 ബി.ജെ.പി ജനനായക് ജനതാ പാർട്ടിയുടെ പിന്തുണ വേണ്ടിവന്നു സർക്കാർ ഉണ്ടാക്കാൻ. ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇതേ ട്രെൻഡാണ് ആവർത്തിച്ചത്. 2004-2009 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് ഹരിയാനയിൽ കൂടുതൽ സീറ്റുകളും നേടിയത്. 2014-19 വർഷങ്ങളിൽ ബി.ജെ.പി സംസ്ഥാനം തൂത്തുവാരി. ഇത്തവണ 5 വീതം സീറ്റുകളാണ് ഇരു പാർട്ടികളും നേടിയത്. പഞ്ചാബിൽ നിന്ന് ഹരിയാന സംസ്ഥാനം രൂപീകരിച്ച 1966 മുതലുള്ള 3 ദശാബ്ദക്കാലം കോൺഗ്രസ് ആണ് സംസ്ഥാനത്ത് ആധിപത്യം പുലർത്തിയത്. ആ ആധിപത്യം നിലനിർത്താൻ ഇത്തവണ 18 അടവും പയറ്റുകയാണ് കോൺഗ്രസ്.